സുപ്രീം കോടതി അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിയാക്കപ്പെട്ട ഉന്നത ഇ ഡി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കേസ് അഭിമുഖീകരിച്ച് ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ CPIഎമ്മിനെ ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണയോടുകൂടി ഇ ഡി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെയും കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് എന്ന് വരുത്തി തീർക്കാനും പ്രചരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇ ഡി യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത്. ഇ ഡി 2-3 കാര്യങ്ങളാണ് നിർവഹിക്കുന്നത്. ഒന്ന്, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രമുഖ നേതാക്കന്മാർക്കെതിരായിട്ട് ഇല്ലാ കഥയുണ്ടാക്കി കേസുണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം, ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ ആളുകൾ വലിയ സാമ്പത്തിക കുറ്റം തന്നെ ചെയ്താലും നമുക്കറിയുന്നത് പോലെ വളരെ ഗൗരവമുള്ള കുഴൽപ്പണം വെടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം 9 കോടിയിലധികം കൊടുക്കുക തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ചാക്കിൽ കെട്ടി അതൊക്കെ വിതരണം ചെയ്യുന്നതിനിടയിലാണ് പോലീസിൻ്റെ പിടിയിൽപ്പെട്ട് RSകാർക്കും BJPക്കാർക്കും നല്ല ബന്ധമുണ്ട് എന്ന് കൃത്യമായിട്ട് അന്നത്തെ ഓഫീസ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കപ്പെട്ട കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തി.